എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് ആ വ്യക്തി എങ്ങനെയാണ് കരുതുന്നത്, എങ്ങനെയാണ് അനുഭാവം പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വേദനയുണ്ട്. ഒരുപക്ഷെ സ്നേഹം, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി ഒരുപാട് ചെറിയ വേദനകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായി, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ സ്നേഹിക്കുമ്പോഴും ചെറിയ വേദനകൾ നിങ്ങൾക്ക് ആ വ്യക്തി സമ്മാനിച്ചിരിക്കുന്നു. ആ ചെറിയ വേദനകളുടെ ആ ഒരു ഹൃദയം കുത്തുന്ന അവസ്ഥ അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല? ആത്യന്തികമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്കും അറിയാം, ആ വ്യക്തിക്കും അറിയാം. പക്ഷേ ആത്യന്തികമായി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആ വ്യക്തി പരാജയപ്പെടുന്നു. ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് വിങ്ങലുകൾ. ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു, ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും നൽകി. പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വേദനകൾ, ആ വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയും പക്ഷേ പിന്നീട് നിങ്ങളെ തന്നെ പരിഗണിക്കാതെ, നിങ്ങളെ തന്നെ മനസ്സിലാക്കാതെ ആ വ്യക്തി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ നിങ്ങളോട് പെരുമാറുമ്പോൾ അത് നിങ്ങൾക്ക് വേദനയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല? ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട്, ആ വ്യക്തി പറഞ്ഞതിൻ്റെയും ആ വ്യക്തി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല. ആ ദുഃഖം നിങ്ങളെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. ഓരോ ആത്യന്തികമായി സ്നേഹിക്കുമ്പോഴും, ആത്യന്തികമായി കൂടെ നിൽക്കുമ്പോഴും തരുന്ന ചെറിയ നോവുകൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി നൽകുന്ന ചെറിയ വേദനകൾ അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നു, വിഷമിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. മറ്റൊരാളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് വേദന ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൃദയം നൽകി സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളോട് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ നിരന്തരമായി വേദനിപ്പിക്കുമ്പോൾ, അവസാനം അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ആ വ്യക്തി അതെല്ലാം ചെറിയ കാര്യങ്ങളല്ലേ എന്ന് പറയുന്നു. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വേദനകൾ എന്നെന്നും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല. കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത് വല്ലാതെ സ്നേഹിച്ചതാണ്. അല്ലാതെ നിങ്ങളൊരു കാര്യസാധനത്തിനോ അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയല്ല. ആത്യന്തികമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മാറില്ല. പക്ഷേ ചെറിയ വേദനകൾ ആ വ്യക്തി സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇനി ആ വ്യക്തി നിങ്ങൾ അത് മനസ്സിലാക്കും. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നു, ഒരു കണ്ടെത്തലുണ്ടാകുന്നു. ഞാൻ എൻ്റെ വ്യക്തിയെ വേദനിപ്പിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ വ്യക്തിയെ വിഷമിപ്പിക്കുകയായിരുന്നു, ഞാൻ കാരണം എൻ്റെ വ്യക്തിക്ക് വിഷമമുണ്ടായി. അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു കാര്യം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നു. അത് ഒരു പോസിറ്റീവ് ട്രെൻഡായിരിക്കും. നിങ്ങൾക്ക് ആ സ്വഭാവത്തിൽ വ്യത്യാസം അറിയാൻ കഴിയും. അടുത്തതായിട്ട് മത്സ്യം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുമോ? ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ അലയൊലികളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ ആ വ്യക്തി? ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നില്ല, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നില്ല.
ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആ വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വേദനകൾ അറിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ജീവിച്ചിരുന്ന ചുറ്റുപാട്, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികൾ, ആ വ്യക്തിയുടെ പ്രതിസന്ധികളല്ല നിങ്ങളുടെ പ്രതിസന്ധി. ആ വ്യക്തി അനുഭവിച്ച ടെൻഷനല്ല നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ആളുകളെ വെറുപ്പിക്കേണ്ടി വന്നു, എത്ര ആളുകളോട് നിങ്ങൾ കയർത്ത് സംസാരിക്കേണ്ടി വന്നു, അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുമ്പോഴും എല്ലാത്തിലുള്ള കാര്യങ്ങളും ആ വ്യക്തി കേവലം ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് ആ വ്യക്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നീയും അതനുസരിക്കണം എന്ന് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ ഏത് തരത്തിൽ, ഏത് ദിശയിൽ കൊണ്ടുപോകണമെന്നുള്ളതിന് ഉത്തരം ആ വ്യക്തി നൽകുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അറിയാനും ആ വ്യക്തി ശ്രമിക്കുന്നില്ല. ആ വ്യക്തിക്ക് അതിന് ശ്രമിക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിക്ക് അത് ശ്രമിക്കാൻ സാധിക്കാത്തത് മൂലം നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ് ജീവിതത്തിൽ. ആ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളതിന് ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തി ഒരു കാര്യം വിചാരിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടം തിരഞ്ഞെടുക്കുന്നു. ഒരാളെ ഒരു സുഹൃത്തായിട്ട് പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് പറ്റാവുന്ന സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അവരെ പിന്താങ്ങുന്നു. അതേ രീതിയിൽ ഒരുമിച്ചുള്ള നിങ്ങൾ എന്ത് തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കും ആ വ്യക്തി സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ ആ വ്യക്തി ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ നിങ്ങളുടെ അവസ്ഥ ഒന്നിലും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ, ഒരുമിച്ച് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമിപ്പിക്കലിന് പാത്രമാക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ വ്യക്തി അത് തള്ളിക്കളയുന്നു. അവിടെ നിങ്ങൾക്കെന്ത് വിഷമമുണ്ടായി, നിങ്ങളുടെ മനസ്സിനെന്ത് വിഷമമുണ്ടായി, എന്താണ് അതിൻ്റെ പോംവഴി, അതൊക്കെ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ആ വ്യക്തി കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. നിങ്ങൾ വ്യത്യസ്തമായൊരു ആവാസ വ്യവസ്ഥിതിയിൽ ജീവിച്ചതാണ്. നിങ്ങളുടെ മനസ്സിലും ആ വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ശരി നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ആത്യന്തികമായി ഒരുമിച്ച് സ്നേഹിക്കുമ്പോഴും ആത്യന്തികമായി ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി എന്ന ദുഃഖം നിങ്ങളിലുണ്ട് ഒട്ടും. പക്ഷേ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ഓരോ തീരുമാനവും തെറ്റാണെന്നാണ് ആ വ്യക്തി ഇതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി എത്തി നോക്കുമ്പോൾ ആ വ്യക്തിക്ക് എത്തി നോക്കേണ്ടി വരും. കാരണം അതുപോലൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ആളും ഇതേ അവസ്ഥയിലായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ടാകുകയും ആ വ്യക്തി ആ തെറ്റ് തിരുത്തുകയും ചെയ്യും. ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്ന കുറ്റബോധത്തോടെ നാളെ നിങ്ങൾ ആ വ്യക്തി സ്നേഹിച്ചു തുടങ്ങും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.